അസ്സലാമു നമസ്കാരം. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണിത്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പുട്ടിന് പോലെ നനച്ചെടുക്കാം. ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളം കറക്റ്റാണ്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് 2 വട്ടമായിട്ട് ഇട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് മിക്സിയുടെ ലെഫ്റ്റിലോട്ടുള്ള ബട്ടൺ 1-2 വട്ടം ഒന്ന് ഓണാക്കി കൊടുക്കണം. ഇത് പാകത്തിന് വെള്ളം ആയതുകൊണ്ട് ഇനി ഇതിൽ പൊടി ഇടേണ്ട ആവശ്യമില്ല. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുണ്ട് വരണം. അതാണ് കറക്റ്റ് പാകം. ഇനി ഇത് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇത് പ്രഷർ കുക്കറിൻ്റെ മുകളിലാണ് വെക്കുന്നത്. കുക്കർ നല്ല ചൂടായി ആവി മുകളിലൂടെ വരുന്നുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. പുട്ട് നന്നായി വെന്തിട്ടുണ്ട്. ആവി കുറച്ച് സമയം പോയി കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റ് ആവി പോയി കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കടലക്കറിയോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് കറിയൊന്നും കൂട്ടാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.